നമസ്കാരം. ഇ.പി. ജയരാജൻ എന്ന CPM-ലെ കടൽ കഴുവന്മാരിൽ ഒരാൾ. ഒരു പ്രയോജനവുമില്ലാത്ത പാർട്ടിക്ക് പോലും വേസ്റ്റായ ഒരു വ്യക്തിയെ BJP-യും ചുമക്കില്ല എന്നത് വ്യക്തമാണ്. കണ്ട അണ്ടനും അടങ്ങോടനും ചപ്പ് ചവറുകൾക്കും കയറിയിരുന്ന് നിറങ്ങാനുള്ള പ്രസ്ഥാനമല്ല BJP എന്ന പാർട്ടി. ഇ.പി. ജയരാജൻ CPM-ൽ ഇരുന്നു കൊണ്ട് BJP-ക്കെതിരെയും പ്രവർത്തിക്കുന്നവർക്കെതിരെയും നടത്തിവന്ന അപവാദ വർഗീയ പ്രചാരണങ്ങൾ അതൊരിക്കലും അണികൾക്കോ പാർട്ടിക്കോ മറക്കാനാകില്ല. പട്ടിയോ പൂച്ചയോ പ്രസവിച്ചാൽ പോലും ബക്കറ്റ് പിരിവുമായി ഇറങ്ങുന്ന ഒരു കാൽ കാശിന് പോലും വിലയില്ലാത്ത ഒരു കൂട്ടം തുക്കട തട്ടിക്കൂട്ട് നേതാക്കൾ വാഴുന്ന CPM എന്ന മൂന്നക്ഷരമുള്ള ലോക ഉടായ്പ നേതാക്കൾ ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കളെ അവസാനം കറിവേപ്പിലയുടെ വില പോലുമില്ലാതെ പുറത്തെടുത്ത് കളയുന്ന പുഴുക്കുത്തുകളെ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന പ്രസ്ഥാനമല്ല BJP എന്ന ഓർമ്മ ഇ.പി. ജയരാജന് ഓർത്താൽ നന്ന്. പ്രകാശ് ജാവ്ദേക്കറെ കാണണമെന്ന് ശോഭയോട് പറഞ്ഞിട്ട് അവസാനം ശോഭ വഴി പ്രകാശ് ജാവ്ദേക്കറെ ഇ.പി. ജയരാജൻ കാണാനുള്ള തീരുമാനമെല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം ഞാൻ കണ്ടില്ല എന്ന കള്ള വേലത്തരവും അടവും. ഇ.പി. ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം CPM എന്ന പ്രസ്ഥാനത്തിൽ നിന്നുമല്ലേ വന്നത്. കൊല്ലും വെട്ടിപ്പും തട്ടിപ്പും പിന്നെ കൊലപാതകവും മാത്രം ചെയ്ത് പരിചയമുള്ള ആ പ്രസ്ഥാനത്തിൽ നിന്നും വന്ന ഇ.പിക്ക് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. വായിൽ ശുദ്ധ കള്ളത്തരമേ വരും. LDF കൺവീനർ സ്ഥാനം തെറിച്ച് CPM-നോട് ഇടഞ്ഞു നിൽക്കുന്ന ഇ.പി. ജയരാജൻ BJP-യിലേക്ക് വരുമെന്ന പ്രതീക്ഷ വേണ്ടെന്ന് BJP നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ചാണകവെള്ളം മുഖത്തൊഴിക്കുമെന്ന നിലപാടിലാണ് BJP. CPM ബന്ധം അവസാനിപ്പിച്ചാൽ ഇ.പി. സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാം എന്നല്ലാതെ ആ ഒരു സാഹസത്തിന് മുതിരില്ല എന്നത് വ്യക്തം. കണ്ണൂരിൽ നിന്നുള്ള 2 സംസ്ഥാന നേതാക്കൾ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ കണ്ണൂരിലെ വീട്ടിലെ മുറിയിൽ ജനലും അടച്ചിരിക്കുന്ന ഇ.പി. ജയരാജനെ BJP ചർച്ച നടത്താനോ വിമാനം കയറി ഡൽഹിയിൽ വന്നാലോ BJP-യുടെ ഒരു നേതാവും ഒരു പാർട്ടി ഓഫീസിലും കയറ്റില്ല. നിലവിൽ ജയരാജനുമായ ചർച്ചകൾക്ക് മുൻകൈയെടുക്കേണ്ട എന്നാണ് BJP-യുടെ തീരുമാനം. സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ച ശേഷമാകും ഭാവി തീരുമാനം. ഫോണിൽ പോലും പ്രതികരണമോ ബന്ധപ്പെടരുതോ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്രം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ശോഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജയരാജൻ മാസങ്ങൾക്ക് മുന്നേ അറിയിച്ചിരുന്നുവെങ്കിലും നോട്ടീസ് പോലും അയച്ചിട്ടില്ല. അപ്പോൾ സംഭവം വാസ്തവമാണ്. പ്രകാശ് ജാവ്ദേക്കർ ഇ.പി.യുമായി മാത്രമല്ല കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഈ കൂടിക്കാഴ്ച വലിയ പ്രചാരണം ലഭിക്കുകയുണ്ടായിരുന്നു. ജയരാജനുമായുള്ള കൂടിക്കാഴ്ച വിവാദങ്ങളിലും തുടർ നടപടികളിലേക്കും കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഇ.പി.യുടെ മകന്റെ ആക്കുളത്തെ ഫ്ലാറ്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേന്ദ്ര നേതാക്കൾക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. സംസ്ഥാന നേതാക്കളെ പോലും അറിയിക്കാതെയായിരുന്നു കൂടിക്കാഴ്ച. രഹസ്യ കൂടിക്കാഴ്ച പിന്നീടാണ് സംസ്ഥാന നേതാക്കൾ പോലും അറിഞ്ഞത്. കൂടിക്കാഴ്ചകൾ ഇങ്ങനെ പരസ്യമായാൽ പാർട്ടി നേതൃത്വത്തിലേക്ക് എങ്ങനെ ആളെത്തുമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ചോദ്യവുമുണ്ട്. മറ്റു കക്ഷികളിൽപ്പെട്ടവർ ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് കേരളത്തിലെ ചില BJP നേതാക്കളും ചോദിക്കുന്നുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ഞങ്ങൾ എത്തുമെന്നറിഞ്ഞാൽ അവർക്ക് ഭയമായിരിക്കുമെന്നാണ് ഒരു സംസ്ഥാന നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇ.പി. ജയരാജൻ നിലവിൽ സ്വന്തം മണ്ഡലത്തിൽ പോലും ഒരു വിലയുമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇ.പി. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും ഒരു നേതാവ് പോലും അതിനെ തടയാനോ ഇ.പിക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കാനോ വരാത്തത്. ഇതുപോലത്തെ ഇ.പിയെ പോലത്തെ ഒരു പാഴ് വസ്തുവിനെ BJP ചുമക്കണമോ എന്ന കാര്യമാണ് ഇനി ആലോചിക്കേണ്ടത്. ഇ.പി. ജയരാജൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കായിക മന്ത്രിയായിട്ടിരുന്നിട്ടും കായിക മേഖലയ്ക്ക് എന്ത് സംഭാവന നൽകിയെന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട്. ഒന്നും നൽകിയിട്ടില്ല. വെറുതെ സ്റ്റേറ്റ് കാറിൽ ഇരുന്ന് AC കൊണ്ട് അവിടെ ഓടി നടന്ന ഇലക്ഷൻ സമയത്ത് നാടം മുറിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഇ.പി. മാത്രമല്ല CPM-ലെ എല്ലാ നേതാക്കന്മാരും ചെയ്യുന്നൊരു കാര്യമാണ്. മൊത്തത്തിൽ ഇ.പിയെ പോലെ ഒരു വ്യക്തിയെ BJP-യിലേക്ക് വന്നാലും ആരും എടുക്കില്ല. ചിലപ്പോൾ ഇ.പി. ജയരാജന് ആം ആദ്മി പാർട്ടിയിൽ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടും. കാരണം അവിടെ തകർന്ന് കുത്തുവാളെടുത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ചിലപ്പോൾ പോയാൽ പല സീറ്റുകളും പൊസിഷനും ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പൊസിഷനിൽ ഇ.പിക്ക് കിട്ടുമെന്നത് ഉറപ്പാണ്.